കഴിക്കും മാമ. കഴിക്കണം. ഒരു മീൻ കഷ്ണം എടുത്തിട്ട് ഉള്ളിക്കറി ടൊമാറ്റോ മതി മതി. അച്ചാറാ എല്ലാം കൂടെ കുറഞ്ഞിടാ. ഞാൻ കഴിച്ചോട്ടെ. തുടങ്ങിയതല്ലേ ഉള്ളൂ. ഗണപതിക്ക് പറ്റതേ ഉള്ളൂ. ഈ മീൻ്റെ അകത്ത് മുഴുവൻ മുള്ളില്ലായിരുന്നു. കഴിക്കാൻ കുറച്ചുകൂടി സൗകര്യം. മുള്ളു മാറ്റിയിട്ട് കൊടുക്കണ്ടായിരുന്നു അച്ഛൻ. അല്ല അച്ഛൻ അങ്ങനെയാണോ ഒഴിക്കുന്നത്? ഞാൻ തവി എടുത്തോണ്ട് വരാം. അത് പിന്നെ എടുക്കാം. ഈ സ്പൂൺ എടുക്കാം. അയ്യോ അത് കുറഞ്ഞു പോയി. അത് മതി. കുറച്ചുകൂടെ കറി മീനോടെ സ്പൂണിനകത്ത് കയറിക്കോട്ടാ. നീ എന്താ അതിനെ മാറ്റി ഇങ്ങനെ? അങ്ങനെ മൊത്തം 3 മീനും ഉണ്ട്. 3 മീൻ കിട്ടും. പപ്പടമൊക്കെ നന്നായിട്ട് കൂടി പൊടിച്ചങ്ങോട്ട് കഴിയും നിങ്ങളെ. ചോറിനകത്ത് ഇളക്കിയിട്ടേ കൊറേ പൊടിച്ചതാടാ മക്കളെ. ഒരു കാലം. ആ കാലം ഭയങ്കര വെടുപ്പായിരുന്നില്ലേ പണ്ടൊക്കെ. ആ കഴിപ്പാണോ മനസ്സിലാവും. ചൂടെടുക്കുന്നോ? കറിയൊക്കെ കൊള്ളാവോ അച്ഛാ? സൂപ്പർ. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അത്താഴത്തിന് എന്ത് കഴിക്കും? അത്താഴത്തിനും വല്ല ഉരുട്ടിക്കൊണ്ട് കൂടെ കരിയാപ്പില്ല അതും കളഞ്ഞേരാം. ഇതൊന്നും കളയാൻ പാടില്ല. അതിനൊക്കെ ഗുണമുള്ളതാ. മറ്റു സംസ്ഥാനങ്ങളിൽ വെയിലത്ത് കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരായി കാണുന്ന എന്ത് മുളകാ? എല്ലാം അച്ഛൻ അങ്ങനെ ഒന്നും വേസ്റ്റ് ആക്കാറില്ല. എനിക്ക് മനസ്സിലായി. ചോറ് വായി കിടന്നുകൊണ്ടാ തിരിയാൻ. ആ പപ്പടം ഇവള് വറുത്താ കുറച്ചൊന്ന് കരിഞ്ഞു വരും. അത് സാരമില്ല. അവളും കരിഞ്ഞിരിക്കുകയല്ലേ. അയ്യോ ജോലിക്ക് പോയിട്ട് ജോലി ഭാരം കാരണമാണ്. വൈകുന്നേരം ഒരു 6:30 മണിക്ക് അടുത്തത് ഒരു കട്ട. അല്ല ഇത് കഴിഞ്ഞിട്ട് ഇനി ബേക്കറി ഒക്കെ കഴിക്കാൻ ഉണ്ട്. എടി എടുത്തിട്ട് പോ. എടുത്ത് വെച്ചാ മതി. ഞാൻ പറയാം. ഇപ്പൊ വേണ്ട. എവിടെ? എന്താ ഭക്ഷണം കഴിഞ്ഞ് ബേക്കറി ഐറ്റംസ് തരാമെന്ന് പറഞ്ഞിട്ട് അത് പൈങ്കിളി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് മാമ. എപ്പൊ കൊണ്ടുവരും? എടാ മരുമോനെ ഉള്ളത് പറയാമല്ലോ. ഞാൻ കുറഞ്ഞതൊരു നെയ്മീൻ കറിയെങ്കിലും പ്രതീക്ഷിച്ചു. മാമ ഓർക്കാപ്പുറത്ത് വന്നോണ്ടല്ലേ, അതുകൊണ്ടാണ് മീൻ ചെറുതായിപ്പോയി. അത് ശരി. അപ്പൊ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ മീൻ കറി കിടന്ന് വളരുമായിരുന്നു. അതെങ്ങനെ മാമ? മീൻ ചത്തുപോയില്ലേ, പിന്നെ എങ്ങനെ വളരും? പൈങ്കിളി എന്തോ മാമൻ നെയ്മീനെങ്കിലും പ്രതീക്ഷിച്ചെന്ന്. അയ്യോ ആണോ? സോറി അങ്കിൾ, നമുക്കൊരു കാര്യം ചെയ്യാം. രാത്രിയിലത്തേക്ക് കായൽ മീൻ സെറ്റാക്കാം. രാത്രി കായൽ മീൻ പറ്റൂല. രാത്രി ലൈറ്റായിട്ട് കഴിക്കുന്നത് നിങ്ങളെ നല്ലത്. എന്താ? രാത്രി ലൈറ്റായിട്ട് കഴിക്കുന്നത് നല്ലത്. അത് ശരിയാവില്ല. രാത്രി ഞാൻ ലൈറ്റായിട്ട് കഴിച്ചാൽ ഉറങ്ങത്തില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യും? പിന്നെന്ത് വേണം? വന്ന ദിവസമല്ലേ, നമുക്ക് മട്ടൻ വെച്ച് അലക്കിയാലോ? അലക്കാം അങ്കിൾ. ചുമ്മാ അല്ല അലീന തിളക്ക് 2 കൽപ്പിച്ച. എന്താ ഈ മട്ടൻ വാങ്ങിക്കുമ്പോഴേ മുറ്റാത്ത് നോക്കി വാങ്ങിക്കാൻ പറയായിരുന്നു അവരുടെ അടുത്ത്. അതവൻ പറഞ്ഞ കറക്റ്റാ. വാങ്ങിക്കുവാൻ നല്ല കിളുന്നു തന്നെ വാങ്ങിക്കാം. അച്ഛൻ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, കുറച്ചേരം മുറി ഇപ്പൊ റെസ്റ്റ് എടുക്കാന്നാ. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. എനിക്ക് ആ മുറി വേണ്ട കേട്ടോ. ഇടുങ്ങിയ മുറി മാത്രമല്ല, അവിടെ ഫോണോ റേഞ്ചും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതെ, എനിക്ക് ദയും മുറി മതി. എവിടെ? ഞങ്ങൾ കിടക്കണ മുറിയാ? അത് നിങ്ങളെ കിടക്കുന്ന മുറിയാണോ? എങ്കിൽ പിന്നെ സൗകര്യമായി. നീ ഗണിക്കണ്ട, നിന്റെ റൂമിൽ ഞങ്ങൾ കയറി കിടക്കും. നന്നായിട്ട് കഴിച്ചോനെ? നന്നായിട്ട് കഴിച്ചമ്മ. ഞാൻ കണ്ടായിരുന്നു, പിന്നെ വെറുതെ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്താ മോൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു? അതെന്താ അങ്ങനെ ചോദിച്ചത്? ചുമ്മാ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ നിങ്ങളുടെ ആ മുറിയിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയാട്ടെ. See you. Good night. ഓക്കെ. ഇതെന്തോന്നാ ചേട്ടാ ഇത്? കിളുന്ത് മട്ടൻ നെയ്മീൻ. എന്റെ ശിവേട്ടൻ തങ്കം. അവൻ മട്ടൻ ചോദിച്ചോ? കൊള്ളാൻ ചോദിച്ചോന്നോ? നാളെ തൊട്ട് ഇവിടെ കിടന്ന് കുറെ വിയർക്കും. പിന്നെ ശിവേട്ടൻ വിളിച്ചായിരുന്നു. പുള്ളിക്കാരൻ അപ്പുറത്തെ ജംഗ്ഷൻ വരെ ബസ്സിൽ വന്നിട്ട് അവിടെ നിന്നാണ് കാർ പിടിച്ച് വന്നത്. ശിവേട്ടൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടെന്ന് പറഞ്ഞു. എടാ സുമി, എന്റെ കാര്യം എന്താ കൂടാ?
ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പടിച്ചത് നീ കേട്ടിട്ടുണ്ടോ? ആ അച്ഛമ്മ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇടിയാണോ പാമ്പാണോ എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അഥവാ ഇടിയാണെ പാമ്പിന്റെ വരവ് എങ്ങനെയായിരിക്കും? ഇല്ല, ഇപ്പൊ ശരിക്കും ഇത് പാമ്പ് കടിച്ചതാണെങ്കിലേ ഇടി വെട്ടിയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു തരൂ അച്ഛമ്മ. അച്ഛമ്മ ആക്ഷൻ കാണിക്കുന്നു. പോവാണോ? ഞാൻ പോ. വേണോ? എനിക്ക് വേണ്ട. ഓ ഞാൻ പിന്നെ നടക്കുക. എടി, അമ്മ കഴിഞ്ഞാൽ പിന്നെ ചേട്ടത്തിയമ്മയാന്നല്ലേ? അതിന് അല്ല, അതുകൊണ്ട് എൻ്റെ അച്ഛനെ നീ സ്വന്തം അപ്പൂപ്പനെ പോലെ കണ്ട് ക്ഷമിക്കണം. പോട്ടെ, എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നൂന്ന്. അത് ഈ അമ്മയെ പോലെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആയി പോയതാ. ഞാനിപ്പോ വരാവേ. പോലെ അച്ഛന് പാൽ സർബത്ത് കൂടെ വേണമെന്ന് പറഞ്ഞു. സെറ്റാക്കാം നാത്തു, സെറ്റാക്കാം. അത് മതി.